So hello guys, welcome back. So yeah, I am back with another movie review. ഇത് സത്യം പറഞ്ഞാൽ തികച്ചും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സോ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒപ്പീനിയൻ മാറിയെന്ന് വരാം. സോ ഭയം ഭക്തി ബഹുമാനം, ദിലീപ് സ്റ്റാറിങ് ആൻഡ് മോഹൻലാൽ ഡൂയിങ് എ cameo ഇൻ ഇറ്റ് ആൻഡ് ധനഞ്ജയ് ശങ്കർ പുള്ളിക്കാരൻ്റെ ആദ്യത്തെ ഫിലിമാണ്. അതിൻ്റെ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട്, ബട്ട് അത് ഞാൻ വഴിയെ പറയാം. പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ് എ ഫാൻ എനിക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഫിലിമാണ്. ഇത് മുന്നേ ലിജോ ജോസ് പെല്ലിശ്ശേരി പറഞ്ഞ പോലെ നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ. അതായത് എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല. കാരണം ഈ ലോജിക്ക് നോക്കാതെ പടം കാണുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് മലയാളികളെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ എന്തുമാത്രം അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഒരു പബ്ലിഷ് ചെയ്ത് ഇറക്കി കഴിഞ്ഞാലും നമ്മൾ ലോജിക്ക് നോക്കും. ലോജിക്ക് നോക്കാതെ ആ ഒരു ഫീൽഡിൽ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാഡ് ഫിലിം. ആ ഒരു ടാഗ് ലൈനുള്ള പോലെ തന്നെ വെൽക്കം ടു ദി വേൾഡ് ഓഫ് മാഡ്നെസ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് ടു വാച്ച് ഫിലിം. പിന്നെ എങ്ങനെ ഉണ്ട് ആ ഒരു റേറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇറ്റ്സ് എൻ എബോവ് ആവറേജ് ഫിലിം. നോട്ട് അത്ര ഒരു മാസീവ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ. സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട്, വേറെ ഈ ഫാൻ ബേസ്, അതായത് ലാലേട്ടൻ, ദിലീപേട്ടൻ, വിജയ് ഇവരുടെയൊക്കെ ഒരു ഫാൻസിനൊക്കെ മാക്സിമം എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഫിലിം തന്നെയാണ്. ഞാൻ സ്പോയിലർ പറഞ്ഞോ, ചെറിയ ഡൗട്ട്. എനിവേയ്സ്, പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യത്തിലായാലും ഓക്കെ, ഒരു പരിധി വരെ ഓക്കെയാണ്. ഞാൻ ഈ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞ പാട്ടിൻ്റെ റിവ്യൂ ഒന്നും ഇട്ടില്ല. പാട്ട് എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്കൊരു ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നെങ്കിലും പിന്നീട് കേട്ട് വന്നപ്പോൾ ഇറ്റ്സ് ആൻ ഓക്കെ ഇറ്റ്സ് ഓക്കെ, ഇത് ഓക്കെ ആയിട്ടൊരു പാട്ടാണ്. അത് നമുക്ക് പിന്നെ കേൾക്കുമ്പോൾ ഒന്നും തോന്നാറില്ല. കാരണം ഈ ഒരു ഫിലിമിൽ ആ ഒരു പാട്ടിൻ്റെ ആ ഒരു സീനിനൊപ്പം ആ ഒരു പാട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബൊക്കെ അടിച്ച്. സോ ആ പാട്ടൊരു ഒരു വളരെ മോശപ്പെട്ടൊരു പാട്ടായിട്ട് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ഇറങ്ങിയ സമയത്ത് ഫീൽ ചെയ്തു, നല്ലപോലെ ഫീൽ ചെയ്തു. കാരണം ആ ഒരു പാട്ടിന് ആ ഒരു വൈബില്ലായിരുന്നു. മാത്രമല്ല ലിറിക്സിനൊക്കെ എന്തൊക്കെയോ പോരായ്മകളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഡാൻസ്, ദിലീപിൻ്റെയും മോഹൻലാലിൻ്റെയും ഡാൻസൊക്കെ വരുന്ന സമയത്ത് നൈസായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാമെന്ന് വെച്ചാൽ സിനിമയുടെ ആ ഒരു മേക്കിംഗ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നല്ല അത്യാവശ്യം ബഡ്ജറ്റ് ഈ പടത്തിന് നല്ലപോലെ ബഡ്ജറ്റ് ഉണ്ട്. കാരണം ആ ഒരു ബഡ്ജറ്റ് നമുക്ക് കാണാം. മേക്കിംഗ് ബേസ് ആയാലും അത്യാവശ്യം നൈസായിട്ടുള്ളൊരു തന്നെയാണ്. പിന്നെ ഫൈറ്റ് വാസ് അമേസിങ് എന്നാണ് പറയാം. കാരണം ഫൈറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു തരത്തിലുള്ളൊരു ഫൈറ്റ് സീൻ, അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫൈറ്റ് സീൻ തന്നെയാണത്. സോ ഇത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള എനിക്ക് പറയാനുള്ള പോയിന്റ്സ്. പിന്നെ ഞാൻ FD ഫസ്റ്റ് ഷോ തന്നെ കയറി, ഫസ്റ്റ് ഷോ അല്ല സോറി, സെക്കൻഡ് ഷോ ആണ്. ഞാൻ ഫസ്റ്റ് ഷോ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. സോ സെക്കൻഡ് ഷോ കയറി കണ്ടു. അത്യാവശ്യം ക്രൗഡിൻ്റെ ഇടയിൽ നിന്നാണ് കണ്ടത്. സോ അതുപോലെ തന്നെ ക്രൗഡിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് കാണുമ്പോൾ, ആ ഒരു ആംബിയൻസിൽ നിന്ന് കാണുമ്പോൾ ഇറ്റ്സ് എ മാസീവ് ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസ് ആണ്. ദിലീപ് ഫാൻസ്, മോഹൻലാൽ ഫാൻസ്, വിജയ് ഫാൻസ് ഇവരുടെയൊക്കെ ഇടയിൽ നിന്ന് ഈ ഫിലിം മാക്സിമം അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കണം. അല്ലാത്ത പക്ഷം ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടണമെന്നില്ല. മേ ബി കിട്ടിയേക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് ധനഞ്ജയ് ശങ്കർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് തന്നെ ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെൽഫ് റോളും കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് റെഫറൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ റെഫറൻസ് കൊണ്ടൊരു നമ്മൾ പേടിച്ചില്ലേ ഈ ഒരു ട്രെയിലറൊക്കെ വന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഞാൻ പേഴ്സണലി ടെൻഷൻ അടിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ റെഫറൻസ് കൊണ്ട് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഇതായി കളയോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ പിന്നെ ഈ ബഹിഷ്കരിക്കുന്ന കാര്യം, അത് അവരവരുടെ ഇഷ്ടമാണ്, ഒരു സിനിമ കാണണോ വേണ്ടേ എന്നുള്ളത്. പക്ഷേ അത് കൊണ്ട് മാത്രം ഈ സിനിമയെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. കാരണം ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ കയറി കാണും. സോ ആസ് ഒബ്വിയസ് സിനിമ ഹിറ്റാവും. അത് നമുക്കൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ ഷാൻ റഹ്മാനെ മാറ്റിയിട്ട് ഗോപി സുന്ദർ വന്നത് എന്തുകൊണ്ടും നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. നല്ല പിടപ്പിച്ച് വിട്ടിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഗോപി സുന്ദർ അങ്ങ് കയറി ആടിച്ച് തകർക്കണുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പടം കണ്ടാൽ മനസ്സിലാവും. പിന്നെ മിഡിൽ വരുന്ന ആ ഒരു ഫൈറ്റ് സീൻ പോർഷൻ, പോലീസായിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ, അതൊക്കെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എൻ്റെ തൊണ്ടയൊക്കെ പോയി. എനിക്കറിയാം, ഞാനൊരു ദിലീപ് ഫാനാണ്. അപ്പോൾ ഐ എം സാറ്റിസ്ഫൈഡ്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല, ഓൾമോസ്റ്റ് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം പ്രതീക്ഷ എല്ലാം പടത്തിലുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ എന്നെ എന്തൊക്കെയോ അവിടെ ഒരു കല്ലുകടിയായിട്ട് നിൽപ്പുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് വെർത്ത് വാച്ച്. കാരണം നമ്മളിപ്പോൾ ഒരു 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ വെർത്ത് വാച്ച്. സോ ഇത്രയ്ക്ക് തന്നെയായിരുന്നു എൻ്റെ ഒപ്പീനിയൻ.
നിങ്ങൾക്ക് ചിലപ്പോൾ ഒപ്പീനിയൻ മാറിയേക്കാം. സോ എന്തൊക്കെയായാലും തിയേറ്ററിൽ തന്നെ ഈ പടം പോയി കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഒരു മസ്റ്റ് തിയേറ്ററിൽ വാച്ച് ഫിലിം തന്നെയാണിത്. അല്ലാതെ ഒരു OTT വന്നിരുന്ന് കണ്ടിട്ടൊന്നും വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ കാണുന്നവരെ ബൈ.